ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് പ്രൊനൗൺസിയേഷൻ അതായത് സ്പെല്ലിങ്ങിൻ്റെ പ്രശ്നം വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ സ്പെല്ലിങ്ങും നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ്റെ സ്പെല്ലിംഗ് ആയിരിക്കില്ല വരിക. കാരണം വെച്ചാൽ ചില വേർഡ്സ് ഒക്കെ ഞാൻ മുമ്പ് സൈലന്റ് വേർഡ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. സോ ചില ലെറ്റേഴ്സ് അതായത് വേർഡ്സിൽ വരുന്ന ചില ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ സൈലന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിംഗ് നല്ലപോലെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്കത് ഒരു കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ എനിക്കിങ്ങനെ സ്പെല്ലിംഗ് എഴുതാനായിട്ട് കുറച്ച് നല്ല മിസ്റ്റേക്സ് വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ പ്രശ്നമായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോൾ സ്പെല്ലിംഗ് ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് പഠിക്കണമെങ്കിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അപ്പൊ പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് തന്നെ എടുക്കാം. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് തന്നെ എടുക്കുമ്പോഴത്തേക്കും ആദ്യം ഷോർട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ആദ്യം പഠിക്കുക. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ENG എന്ന് വരും. ഇങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ അതിന്റെ വേർഡ്സ് ഇപ്പൊ നമ്മൾ മംഗ്ലീഷിലോട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ വേർഡ്സാ വരുന്നത് നമുക്ക് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതൊക്കെ കുറച്ച് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും ENG എന്ന് വരും അല്ലെ. ENG എന്നല്ലേ വരുന്നത്. ലീഷ് എന്ന് പറയുമ്പോൾ LISH അവിടെ ഏത് പ്രൊനൗൺസിയേഷൻ ആണ് എല്ലിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്, ഐയും വരുന്നുണ്ട്. പിന്നെ ഷീ എന്ന് പറയുമ്പോഴത്തേക്കും SH നമ്മൾ അവിടെ ഇടുക. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതുപോലെ ഡെയിലിയും ഓരോ 10 വേർഡ് 20 30 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ വേർഡ്സ് എടുത്ത് നിങ്ങൾ ബുക്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യുമെങ്കിലാണ് നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷനോടൊപ്പം തന്നെ സ്പെല്ലിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഒരു വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ പറയുമെങ്കിലും അതിന്റെ സ്പെല്ലിംഗ് അവിടെ സൈലന്റ് വേർഡ്സ് ആണെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് മോസ്ക്. ഇപ്പൊ നമ്മൾ മോസ്ക് എന്ന് എടുക്കാം. MOSQUE ആണ് വരുന്നത്. അപ്പൊ അവിടെ MOSQ മോസ്ക് എന്ന് പറയുമ്പോൾ കേര പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്നത് എന്തോ ക്യൂ ആണ് എഴുതുന്നത്. ഒരു ബന്ധവും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നാം. അപ്പൊ ആദ്യമായിട്ട് അത് പ്രൊനൗൺസ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും സ്പെല്ലിംഗ് പറയുമ്പോഴത്തേക്കും MOSQUE. ഇപ്പൊ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സ്പെല്ലിങ്ങും കൂടി അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും അത്യാവശ്യമായിരിക്കും അല്ലേ. ഇപ്പൊ നിങ്ങൾ സ്കൂളിലും പുറത്തൊക്കെ എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, അതൊക്കെ കോമൺ തിങ് ആണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതും അറിയാൻ വയ്യാത്തവരുണ്ട്. കാരണം വെച്ചാൽ സ്പെല്ലിംഗ് പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോൾ ഓരോ കട്ടിയുള്ള വേർഡ്സ് ഒക്കെ നമുക്കുണ്ട് അല്ലേ. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് വളരെ നല്ല ബുദ്ധിമുട്ടേറിയതാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ പറഞ്ഞ് പറഞ്ഞ് സ്പെല്ലിംഗ് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് പഠിക്കും. ഇപ്പൊ ഇവൻ